നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന UDF. നിർമ്മാണ ഉദ്ഘാടനം നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി ലഭിക്കാതെയെന്നും ആരോപണം. മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ 45 പരാതികളാണ് പരിഗണിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്. BSNL രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സബ് ഡിവിഷന് കീഴിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബൈക്ക് റാലി PV അബ്ദുൽ വഹാബ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും 20ഓളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദി മൂൺലൈറ്റ് എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന UDF. നിർമ്മാണോദ്ഘാടനം നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി ലഭിക്കാതെയെന്നും ആരോപണം. പ്രതിപക്ഷ നേതാവ് പലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ കണ്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതി രേഖ ആവശ്യപ്പെട്ടു. ആ DPR തയ്യാറാക്കിയ അനുബന്ധ രേഖയും വെച്ചിട്ട് ഈ പറഞ്ഞ ജില്ലാ ടൗൺ പ്ലാനർക്ക് കൊടുത്തു എന്നല്ലാതെ ഇതിന്റെ ലേ ഔട്ട് അപ്രൂവൽ കിട്ടാതെ നമുക്ക് എങ്ങനെ പണി തുടങ്ങാൻ പറ്റും? അതാണ് എന്റെ ചോദ്യം. അപ്പൊ പണി തുടങ്ങാതെ കിട്ടുമല്ലോ എന്നാ സെക്രട്ടറി പറഞ്ഞത്. അത് എന്തെങ്കിലും കിട്ടും പറഞ്ഞിട്ട് ഇന്ന് കണക്കിടാൻ പറ്റും? അത് കിട്ടിക്കിട്ടാ പോലെ അത് കിട്ടട്ടെ. ഞാൻ പറയാം, ചീഫ് ടൗൺ പ്ലാനറെ നിന്ന് ഈ പറഞ്ഞ ലേ ഔട്ട് അപ്രൂവൽ കിട്ടിയതിനു ശേഷം തറക്കലിട്ടാ പോരെ? എന്തിനാ ധൃതി പിടിച്ചിട്ടുണ്ട്? അതാണ് എന്റെ ചോദ്യം, ഞങ്ങളെ ചോദ്യം. അതിന് സെക്രട്ടറി എന്തെങ്കിലും പേപ്പർ കാണിച്ചാലല്ല പറയുന്നത്, ഒന്നുമില്ലല്ലോ. ജമ്മിനോട് സാറേ ആ സിനിമ ഓഫീസറെ വിളിച്ചിട്ട് അവരോട് ഇന്നത്തെ കൽപ്പന സാറിന് അറിയില്ലെങ്കിൽ അവർ ചോദിച്ചോളൂ. സാറിന് അടുത്ത മാസം കഴിഞ്ഞ മാസം ഇതുമായി പറയാൻ പറ്റും. ഒരു രേഖയില്ലാത്ത മുനിസിപ്പാലിറ്റി സ്ഥലത്ത് സെക്രട്ടറി പോയിട്ട് അധ്യക്ഷം വഹിക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. നിർമ്മാണോദ്ഘാടനത്തിന് തടസ്സമില്ലെന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായും സെക്രട്ടറി. ജനങ്ങൾ വിഡ്ഢികളല്ലെന്ന് ഓർമ്മ വേണമെന്നും സെക്രട്ടറിയോട് UDF നേതാക്കൾ. ഇന്ന് 11:30 നഗരസഭാ സെക്രട്ടറിക്ക് മുൻപിലാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത്. നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് 5 വർഷമായിട്ടും പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ബസ് സ്റ്റാൻഡിന് തറക്കല്ലിടുന്നുവെന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണ് നഗരസഭ ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. എന്നാൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ടൗൺ പ്ലാനിലേക്ക് നഗരസഭ DPRഉം അനുബന്ധ രേഖകളും സമർപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ടൗൺ പ്ലാനിംഗ് വിഭാഗം സാങ്കേതികപരമായി പരിശോധിച്ച് RTO, പോലീസ്, ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ടൗൺ പ്ലാനിംഗ് വിഭാഗം പരിശോധനയും മറ്റും നടത്തി ലേഔട്ട് അപ്രൂവൽ ലഭിക്കണം. ടൗൺ പ്ലാനിംഗ് വിഭാഗം അന്തിമ ശുപാർശ ചീഫ് ടൗൺ പ്ലാനർക്ക് അയക്കണം. ടൗൺ പ്ലാനിംഗ് വിഭാഗം ബസ് സ്റ്റാൻഡ് സ്ഥലം ആസൂത്രണ നിയമങ്ങൾക്കും മാസ്റ്റർ പ്ലാനിനും അനുസൃതമായിട്ടാണോ എന്ന് ഉറപ്പുവരുത്തണം. സ്ഥലത്തിന്റെ ബസ് പാർക്കിംഗ്, കാത്തിരിപ്പിടം, ശുചിമുറി, ബസ്സുകളുടെ പ്രവേശന മാർഗം, നിയമാനുസൃതം വീതിയുള്ള പാതയിലൂടെ പ്രവേശനം ഉറപ്പാക്കണം. ട്രാഫിക് തടസ്സമില്ലാതെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുവാൻ സാധിക്കണം. ഫയർ ആൻഡ് സേഫ്റ്റി മാർഗങ്ങൾ പാലിച്ചിട്ടുണ്ടോ, മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കം ടൗൺ പ്ലാനിംഗ് വിഭാഗം സ്ഥലം പരിശോധിച്ച് ലേഔട്ട് അനുമതി ലഭിച്ചാൽ മാത്രമേ ബസ് സ്റ്റാൻഡിന് നിർമ്മാണ പ്രവൃത്തി തുടങ്ങുവാൻ KURDFCയിൽ നിന്നും ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ആവശ്യമായ ലോൺ ലഭിക്കുകയുള്ളൂ. എന്നിരിക്കെ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാതെയാണ് ബസ് സ്റ്റാൻഡ് പ്രവൃത്തി തറക്കല്ലിടുന്നു എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നഗരസഭയിലോ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ബോധ്യമാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിക്കണമെന്നാണ്
ഐക്യജനാധിപത്യ മുന്നണി ആവശ്യപ്പെടും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ കാലത്ത് 50 വർഷക്കാലം പഴക്കമുണ്ടായിരുന്ന ആ കെട്ടിടം ഒരു ഭാഗത്ത് അതിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഒളിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോഴാണ് ഐക്യകണ്ഠേന അന്നത്തെ ഭരണസമിതി KURDFCയിൽ നിന്ന് 8 കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി ഭരണസമിതിയിലെ 33 അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവിടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ DPR നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയി. അതിൻ്റെ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. ആ സമയത്താണ് കോവിഡും തുടർച്ചയായി പ്രളയവും വന്നത്. പിന്നീട് വന്ന LDFൻ്റെ ഭരണസമിതി, LDFൻ്റെ ഭരണസമിതിയിലെ പ്രകടന പത്രികയിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത്. തുടക്കം മുതൽ UDF ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും KURDFCയിൽ നിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദ് ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചത്. പകരം BOT അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റും, അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും. അതിന് ഞങ്ങൾ തടസ്സം നിന്നു. അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് BOT അടിസ്ഥാനത്തിൽ അത് പോകാതെ KURDFCയിൽ നിന്ന് UDF ഭരണസമിതിയുടെ കാലത്തിലത്തെ തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ 4 കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനെ. പക്ഷേ BOT അടിസ്ഥാനത്തിലേ ഞങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് അതിനെ ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കി. കണ്ണൂർ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ BOT അടിസ്ഥാനത്തിലുള്ള കെട്ടിടം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി നോക്കി. എന്നിട്ട് പോലും 4 കൊല്ലക്കാലം അതിൻ്റെ മുകളിൽ ഇവർ അടയിരുന്നു. ഇന്നിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ലോൺ എടുത്ത് ബിൽഡിംഗ് കെട്ടാനായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾ പറഞ്ഞ UDF ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കണം. പക്ഷേ ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ്. ഞങ്ങളിപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു കടലാസ്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേപ്പർ അനുമതി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടോ? ആകെ ചെയ്തത് DPR, നഗരസഭ, പഞ്ചായത്ത്, മുനിസിപ്പൽ ബിൽഡിങ്ങിനെ, ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിന്റെ DPR-ഉം അനുബന്ധ രേഖകളും മലപ്പുറം ജില്ലാ ടൗൺ പ്ലാനർ ഓഫീസിലേക്ക് നൽകിയിട്ടേ ഉള്ളൂ. കൂടാതെ ഈ പ്രവൃത്തി ആരാണ് ടെൻഡർ എടുത്തത്? ടെൻഡർ നടപടികൾ നടന്നിട്ടില്ല. മതിപ്പു ചെലവ് 50 ലക്ഷം രൂപയിൽ കവിയുന്ന പൊതുമരാമത്ത് പണിയുടെ കാര്യത്തിൽ 20 ദിവസത്തെ സമയം നൽകി സംസ്ഥാനത്തുടനീളം പ്രചാരമുള്ള 2 മലയാള ദിനപത്രങ്ങളിലും ദേശീയ പ്രചാരമുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലും നിർബന്ധമായും ആവശ്യമെങ്കിൽ മറ്റു പത്രങ്ങളിലും നൽകണം എന്നാണ് കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളിലും പറയുന്നത്. ഇതുപ്രകാരം പത്രപരസ്യം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും UDF നേതാക്കൾ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, കൗൺസിലർമാർ, UDF നേതാക്കളായ അഡ്വക്കേറ്റ് ചെറി ജോർജ്, പുളക്കൽ അബ്ദുട്ടി, നാണിക്കുട്ടി കൂമഞ്ചേരി, അജ്മൽ അണക്കായി, സൈഫു എനാന്തി തുടങ്ങിയവർ ഉൾപ്പെടെ സെക്രട്ടറിയുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ 45 പരാതികളാണ് പരിഗണിച്ചത്. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. 25 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു. അഡ്വക്കേറ്റ് ഷീന തിരുവാലി, കൗൺസിലർ ഷെറിൻ, വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടത്തിയത്. നറുക്കെടുപ്പിന്റെ അവസാന ദിവസമായ ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെയും നറുക്കെടുപ്പാണ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകൾ: പട്ടികജാതി സംവരണം 07 അങ്ങാടിപ്പുറം, പട്ടികജാതി സ്ത്രീ സംവരണം 20 താനാളൂർ, 28 പുളിക്കൽ സ്ത്രീ സംവരണം, 02 മൂത്തേടം, 03 വണ്ടൂർ, 06 ഏലംകുളം, 08 ആനക്കയം, 09 മക്കരപ്പറമ്പ്, 10 കൊളത്തൂർ, 11 കാടാമ്പുഴ, 12 കുറ്റിപ്പുറം, 13 തവനൂർ, 15 മാറഞ്ചേരി, 16 തിരുനാവായ, 17 മംഗലം, 23 പൂക്കോട്ടൂർ, 24 ചേറൂർ, 33 ചുങ്കത്തറ.
മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ ഡിവിഷനുകൾ പട്ടികജാതി സംവരണം 17 അരിമ്പ്ര, സ്ത്രീ സംവരണം 01 ഒഴുകൂർ, 04 അറവങ്കര, 05 പൂക്കോട്ടൂർ, 06 ഇരുമ്പുഴി, 07 ആനക്കയം, 08 പന്തല്ലൂർ, 09 ഉമ്മത്തൂർ, 10 ചേങ്ങോട്ടൂർ, 11 ചാപ്പനങ്ങാടി. BSNL രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സബ് ഡിവിഷനു കീഴിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നിലമ്പൂർ സബ് ഡിവിഷനു കീഴിലെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബൈക്ക് റാലി PV അബ്ദുൽ വഹാബ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായി വളരെ സ്പീഡിൽ ചെയ്യുന്ന അപ്പോ ഒന്നാം സംഗതി എപ്പോഴും ഞങ്ങൾ പറയുന്നു. അപ്പം അതിൻ്റെയൊക്കെ മറുപടി ഉണ്ടായിരുന്നത് പാർലമെന്റിലും അതല്ലെങ്കിൽ നമ്മുടെ BSNL ആൾക്കാർക്ക് ഇൻഡിജീനസ് ആയിട്ട് നമ്മുടെ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുക്കണം. നമ്മൾ തന്നെ സൗത്ത് കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ 4 രാജ്യങ്ങളാണ് ഇപ്പോൾ 4G ഉള്ളത്. 5ാമത്തെ രാജ്യം ഇന്ത്യ ആകുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ താമസം പിടിച്ച് മറ്റ് പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഏത് രാജ്യത്ത് കൊടുക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ BSNL നിലനിന്നെങ്കിൽ ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവര് കണ്ടമാനം കൂട്ടി എവിടെ കൊണ്ടെത്തിക്കുമായിരുന്നു. നിലമ്പൂർ TV പരിസരത്ത് നടന്ന ചടങ്ങിൽ BSNL മലപ്പുറം സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, നോർത്ത് DFO P ധനേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, അർബൻ ബാങ്ക് ജനറൽ മാനേജർ AR വിമൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TB പരിസരത്ത് നിന്നും ആരംഭിച്ച കനോലി പ്രവേശന കവാടം വരെ സഞ്ചരിക്കുന്ന റാലി പിന്നീട് നിലമ്പൂർ മേഖലയിൽ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് വൈകിട്ട് വണ്ടൂർ ടൗൺ സ്ക്വയറിലാണ് സമാപനം. റാലി എത്തുന്ന വിവിധയിടങ്ങളിൽ അതാത് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകും. പൊതുജനങ്ങൾക്കായി ഗെയിംസുകൾ, ക്വിസ് മത്സരങ്ങൾ, പെനാൽറ്റി ഷൂട്ടൌട്ട് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ മ്യൂസിക് നൈറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നേടുകയും 20ഓളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദി മൂൺലൈറ്റ് എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുന്നു. ബുധനാഴ്ച വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ വൈകുന്നേരം 4:30 പ്രിവ്യൂ ഷോ നടക്കുകയെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്ന പേരിൽ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രം അതൊരു ഷോർട്ട് ഫിലിമായിട്ട് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. സുദേവ് ലീഡ് റോൾ ചെയ്തിട്ടുള്ള സുദേവ് ഘോഷ്, പിന്നെ ഫീമെയിൽ ലീഡ് സർഗ, ക്യാമറാമാൻ ദീപ്. പലപ്പോഴും നിങ്ങളോടുള്ളൊരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിമുകൾ ഒരുപാടെണ്ണം ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ നടക്കുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത ഒരു വലിയ ക്രൂവൽറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലോ അധികമാവില്ല. അത്തരത്തിലൊരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുമ്പോഴും അവർ അവരുടെ പഠനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നിട്ടുള്ള കുട്ടികളായിരിക്കാം. അവരുടെ ഒരു ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്നതിന് സമയത്ത് ഇത്തരത്തിലൊരു ആഘാതം ഏറ്റതിന് ശേഷം നമ്മുടെ സർക്കാർ അതിന്റെ സജ്ജീകരണമൊക്കെ തന്നെ നിർഭയ ഹോമുകളും അത്തരത്തിലുള്ള റിഹാബിലിറ്റേഷൻ സെന്ററുകളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ തുടർ പഠനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുട്ടികൾ പിന്നീട് ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല. അപൂർവമായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാവുകയും അവരൊക്കെ ജീവിതത്തിൽ നിന്നും സൈഡ്ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വീണ്ടും ജീവിതമുണ്ട്, മുന്നോട്ടുള്ള പോക്ക് സാധ്യമാണ്
എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. 26 ഞായറാഴ്ച ബഡ്ജറ്റ് ലാബ് ഷോർട്സ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനം നിലമ്പൂർ പ്രസ് ക്ലബിൽ വെച്ച് നടന്നു. പോക്സോ അതിജീവിത 16-കാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും, നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ്. സർഗ, സുദേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സമത, ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു. Sheet of B, E or B. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ +2 വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തികയെ അവതരിപ്പിച്ച സർഗ. എടവണ്ണ പുൽപ്പറ്റ സ്വദേശിയായ സുദേവ് നാടകങ്ങളിലും സിനിമയിലും ഹ്രസ്വചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദീപു ദാമോദർ ഛായാഗ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. പ്രമോദ് ഭാസ്കറാണ് സംഗീതം. ലാൽ സ്റ്റുഡിയോ കൊച്ചി, NHQ കൊച്ചി എന്നിവിടങ്ങളിലായാണ് സൗണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത്. സിനിമയുടെ ട്രെയിലർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമർ നെയ്വാതുക്കൽ റിലീസ് ചെയ്തു. യൂട്യൂബ് റിലീസിന് പുറമെ കേരള സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോമായ സി സ്പേസിലും സിനിമ റിലീസ് ചെയ്യും. ബ്ലൂ ബേർഡ് ഫിലിം ഫെസ്റ്റിവൽ, കന്നഡ ബ്രിഡ്സ് ഫിലിം ഫെസ്റ്റിവൽ, പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവൽ, പൂനെ ഗ്രേറ്റ് മെസ്സേജ് ഫിലിം ഫെസ്റ്റിവൽ, പെഷവാർ ഫിലിം ഫെസ്റ്റിവൽ, ചിലി സൗത്ത് ഫിലിം ആൻഡ് അക്കാദമി ഫെസ്റ്റിവൽ തുടങ്ങിയ ചലച്ചിത്രമേളകളിൽ വിവിധ അംഗീകാരങ്ങൾ നേടുവാൻ ചിത്രത്തിനായിട്ടുണ്ട്. ഒക്ടോബർ 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നിലമ്പൂരിൽ യാത്രയയപ്പ് നൽകി. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള ഇൻക്ലൂസീവ് കായികോത്സവം കൊണ്ട് ശ്രദ്ധേയമാണ്. അതായത് 21-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ തിരുവനന്തപുരത്ത് വെച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന കായികോത്സവം നടക്കുകയാണ്. 20,000-ത്തിലധികം കായിക താരങ്ങളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പറഞ്ഞ ഒളിമ്പിക്സ് മാതൃകയിലുള്ള മേളയാണ് നടക്കുന്നത്. സാംസ്കാരിക പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ നയം എല്ലാവരെയും, എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ ഭിന്നശേഷി കുട്ടികളെ കൂടി ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന മാർച്ച് പാസ്റ്റിൽ 2000-ഓളം ഭിന്നശേഷി കുട്ടികൾ അണിനിരക്കും. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 154 ഭിന്നശേഷി കുട്ടികളും പരിശീലകരും മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കായികമേളയിൽ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ദീപശിഖ തെളിയിക്കും. സാംസ്കാരിക പരിപാടിയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള 35 കുട്ടികൾ ഉൾപ്പെടെ 20,000-ത്തിലധികം കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കും. 12 വേദികളിലായി 9,231 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ഈ വർഷം പുതുതായി ഉൾപ്പെടുത്തിയ ബോക്സ് ബോൾ ഉൾപ്പെടെ ബാഡ്മിന്റൺ, ഫുട്ബോൾ, മിക്സഡ് 4x100 മീറ്റർ റിലേ, 100 മീറ്റർ സ്പ്രിന്റ്, ഹാൻഡ്ബോൾ, ലോങ് ജംപ് ഉൾപ്പെടെ 23 ഇനങ്ങളിലാണ് ഭിന്നശേഷി കുട്ടികൾക്ക് മത്സരമുള്ളത്. സംസ്ഥാന മേളയിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ ഉപജില്ലയിൽ നിന്നുള്ള 19 ഭിന്നശേഷി കുട്ടികളെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് യാത്രയാക്കി. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഷീജ MP, ജയൻ A എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നും 4 ബസ്സുകളിലായാണ് കായിക താരങ്ങളും ഒഫീഷ്യൽസും തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നത്. ഇടക്കരയിലെ ഗൾഫ് റിട്ടേൺസിന്റെ കൂട്ടായ്മയായ സേവ എക്സ്പ്ര കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. സംഗമം ആയിരടൻ ഷോക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം ഏകദേശം 1.25 ലക്ഷം കോടി, അതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 2 ലക്ഷം കോടിയോളം രൂപ കേരളത്തിലേക്ക് പ്രവാസികൾ എത്തിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥാവിശേഷം പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്.
കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ബഡ്ജറ്റ് എല്ലാ ടാക്സും ഫീസും എല്ലാ റവന്യൂവും കൂടി ചേർത്ത് ഏകദേശം വരുന്ന അതേ തുക തന്നെ ഒരു വർഷം പ്രവാസികൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സേവ എക്സ്പ്ര പ്രസിഡന്റ് ടി നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറുണ റോയ് മുഖ്യാതിഥിയായിരുന്നു. സേവ എക്സ്പ്ര ജനറൽ സെക്രട്ടറി ആബിദ് പാറപ്പുറം, ട്രഷറർ സലീം കളപ്പാടൻ, സേവ ജിദ്ദ മുഖ്യ രക്ഷാധികാരി നജീബ് കളപ്പാടൻ, രതീഷ് കൌക്കാട്, സലാം മുല്ലത്തൊടിക, മുഹമ്മദ് അലി ഇരുമ്പടശ്ശേരി, കരീം പുന്നക്കാടൻ, ഹംസ കെ.ടി, മുഹമ്മദ് അലി എലുമ്പലാശ്ശേരി, മൻസൂർ എടക്കര, ഇസ്മായിൽ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓഹരി വിപണിയിലെ നിക്ഷേപ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്യാപ് ഇൻടെക്സ് പ്രതിനിധി സലീൽ കോഴിക്കോടും പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് ഹംസയും ക്ലാസ് എടുത്തു. കലാപരിപാടികളും വിവിധ പരീക്ഷകളിൽ വിജയികളായ കുട്ടികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടും പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയയിലെ വിദ്യാർത്ഥികൾ ദീപാവലി ആഘോഷിച്ചു. BPC മനോജ് കുമാർ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തുകൊണ്ട് ദീപാവലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡൻ പ്രശാന്ത് കുമാർ KP, ട്യൂട്ടർമാരായ പ്രദീപ, രാഹുൽ VR എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് നിറം പകർന്നു. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പുതുതായി എൻറോൾ ചെയ്ത ബിരുദാനന്തര പഠിതാക്കൾക്കുള്ള അക്കാദമിക് യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചത്. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ T ഷമീർ ബാബു അധ്യക്ഷത വഹിച്ചു. അമൽ കോളേജ് SGOU ലേണർ സപ്പോർട്ട് സെന്റർ LAC കോർഡിനേറ്റർ ഡോക്ടർ N ഷിഹാബുദ്ദീൻ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി അസിസ്റ്റന്റ് പ്രൊഫസർ തഹാനി റസാഖ്, PV ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ PV മുഹമ്മദ് മുനീർ, കല്ലട കുഞ്ഞി മുഹമ്മദ്, PM ഉസ്മാൻ അലി, അമൽ കോളേജ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ അന്നഖ പത്മ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.